ഹലോ, അസ്സലാം വലൈക്കും. പറയൂ. അപ്പം ഇന്ന് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ പല്ലേച്ച്, പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ കണ്ണാടിൻ്റെ മുകളിൽ പോയി കുറേ മേക്കപ്പൊക്കെ ചേച്ച് മറ്റൊരു 5 മുഖം കഴുകി പല്ലേച്ച് ഇങ്ങനെ ഇറങ്ങും അല്ലേ? അപ്പോൾ രാവിലെ നമ്മൾ മിററിൽ നോക്കുമ്പം നമ്മളെന്താ കാണുന്നത്? നമ്മളെ മുഖം, നമ്മളെ പിന്നെ കൈ, കാല് ഇതൊക്കെ ഇങ്ങനെ കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ അതൊക്കെ അവിടെ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ കൈ നമുക്ക് പിടിച്ചാൽ കൈ പിടിക്കാൻ കഴിയുന്നില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാ. പിന്നെ അത് നമുക്ക് കാണാൻ കഴിയുന്ന കൈ, പക്ഷെ അങ്ങനെ ഇല്ല. ഈ കൈ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, പിടിച്ചാൽ തോന്നുന്നുണ്ട് അല്ലേ? അത് നമ്മളെ കൈ ടേബിളിന് മുകളിൽ വെച്ചാൽ ടക്ക് അവിടെ അടിയുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ അനുമാനിക്കുന്നത് വെച്ചാൽ അങ്ങനെ സാധനം അവിടെ ഉണ്ട്, ടേബിൾ അവിടെ ഉണ്ട്, നമ്മളെ കൈ ഉണ്ട്, നമ്മളെ കണ്ണ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ. പക്ഷെ അങ്ങനെ ഉണ്ടോ? അതാണ് സംശയം. കാരണം നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ 30 മുതൽ 37 വരെ ട്രില്യൺ കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. കോശങ്ങളാണ് സെൽസ് അല്ലേ? 30 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ബില്യൺ അല്ലേ? അങ്ങനെ 1000 മില്യൺ കൂടിയാണ് 1 ബില്യൺ. അങ്ങനെ 1000 ബില്യൺ കൂടിയാണ് ഒരു ട്രില്യൺ എന്ന്. ചിലപ്പോൾ എത്ര ഉണ്ടാവും? അങ്ങനെ 30 മുതൽ 37 വരെ ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ കോശങ്ങളെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അത് നമുക്ക് മൈക്രോസ്കോപ്പിൽ ചില കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പ്ലാന്റിൻ്റെയും നമ്മുടെ ശരീരത്തിനൊക്കെ കഷ്ണത്തിൻ്റെ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മളെ കോശങ്ങൾ കാണാം. കോശങ്ങൾ അതിൻ്റെ ആ സെല്ലും അതിൻ്റെ രൂപമൊക്കെ കാണാം, മനസ്സിലായില്ലേ? പക്ഷേ ഈ കോശങ്ങൾ ഉണ്ടാക്കി എങ്ങനെ? ഓരോ കോശങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് 10 to 11 ട്രില്യൺ ആറ്റം കൊണ്ടാണ്. നമുക്ക് കാണാത്ത മൈക്രോസ്കോപ്പിൽ വെച്ച് മാത്രം കാണുന്ന ആ കോശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കോശങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് 10 മുതൽ 12 വരെ ട്രില്യൺ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആറ്റം എത്ര ഉൾപ്പെടുന്നതെന്ന് അറിയല്ലോ. ആറ്റത്തിന് നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിലൊന്നും കാണാൻ പറ്റില്ല, പ്രത്യേക മൈക്രോസ്കോപ്പ് ഉണ്ടായില്ല, അങ്ങനെ കാണാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അത്രയും ചെറുതാണ്. അതായത് ഇപ്പോൾ ഉള്ള സാധനത്തെക്കാട്ടി എത്രയോ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് ഈ ആറ്റം. അപ്പം ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മൾ ആറ്റങ്ങൾ കൊണ്ടാണ് കോശങ്ങൾ ഉണ്ടാക്കി. ആ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ശരീരത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ. അപ്പം ഈ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റം എന്ന് പറഞ്ഞാൽ അത് ഒരാറ്റത്തിന് നമ്മൾ എടുത്തിട്ട് ഒരു സ്റ്റേഡിയം കൊണ്ട് വലുപ്പത്തിൽ വികസിപ്പിച്ച് വലിയാക്കി ആക്കാൻ കഴിയില്ല, അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ആക്കിയാൽ എന്തായാലും കാണാം, ഒരു വലിയൊരു ആറ്റത്തിനെടുത്തിട്ട് വികസിപ്പിച്ച് വലിയതാക്കിയാൽ അതിൽ കാണുന്ന വെച്ചാൽ നടുവിൽ പഞ്ചസാര പോലെ ചെറിയ തരിയാണ്. അതാണ് ന്യൂക്ലിയസ്, പ്രോട്ടോൺ. അതിൻ്റെ ചുറ്റും വളരെ ദൂരത്ത് കൂടി ഒരു ചെറിയ പൊടികൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതാണ്, അതാണ് ഇലക്ട്രോൺസ് അല്ലേ? അപ്പം അത് പറഞ്ഞാൽ വളരെ വ്യത്യാസം തമ്മിൽ ദൂരം. കാരണം നമ്മൾ ഭൂമിയും സൂര്യൻ നമ്മളെ ദൂരത്തിലാണ്. ഭൂമിൻ്റെ ഓരോരോ ഇരട്ടി കൂട്ടിയാൽ എത്ര ഇരട്ടി ഉണ്ടാവും സൂര്യനിലെത്തുള്ള ദൂരം? അത്രയും ദൂരം ആറ്റത്തിൻ്റെ വലിപ്പനുസരിച്ച് ഇരട്ടി കൂട്ടിയാൽ നമ്മളെ ഇലക്ട്രോൺസും പ്രോട്ടോണിലേക്ക് ഉണ്ട്. അത്രയും വിട്ടു നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അതിങ്ങനെ കറങ്ങാണ് അവിടെ. ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ ചുറ്റും പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് ഒരാറ്റം, വേറൊന്നുമില്ല. അതിൽ ബാക്കി 99.999% എം ടി ആണ്, കംപ്ലീറ്റ് കാലിയായി, വേറൊന്നുമില്ല ഇതിൽ. ഓരോ ആറ്റത്തിലും ഈ 2 സാധനം, ഇന്ന് പിന്നെ ന്യൂക്ലിയസും പിന്നെ അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസും. അപ്പോൾ അതിന് ഇലക്ട്രോൺസ് അതിന് വളരെ അതിൻ്റെ ആ വലിപ്പത്തിനാട്ടി എത്രയോ ചെറുതാണ്, ആയിരക്കണക്കിലാണ്. കാരണം അത് അത്രയും ദൂരം കാണുന്നു. നമ്മൾ ഭൂമിയിലേക്ക് എത്ര ദൂരം, അത്രയും ദൂരം പിന്നെ അതിൻ്റെ ഇരട്ടി കണക്കൂട്ടിയാൽ ഇലക്ട്രോൺസിന് പ്രോട്ടോണിലേക്ക് ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 99.9999% എം ടി ആണ്, കാലി. ബാക്കി 0.00001% അതിലൊരു മാറ്റർ ഉള്ളത്, മനസ്സിലായില്ലേ? ബാക്കി വേറെ മാറ്റർ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള കാലിയായിട്ടുള്ള ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ കോശങ്ങൾ, ആ കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ശരീരം, ഇതാണ് സംഗതി. അപ്പം നമ്മുടെ ശരീരം ശരിക്കും ഇങ്ങനെ അല്ല ഉള്ളത്. നമ്മുടെ ശരീരം ഇപ്പം നമ്മൾ എവിടെയും കൈ ഇങ്ങനെ വെച്ചാൽ അവിടെ താന്നു, കാരണം അതിൻ്റെ ഉള്ളിൽ കാലിയല്ലേ, എം ടി ആണ്. ഇതിനുള്ളിൽ ഓരോ കോശങ്ങൾക്കുള്ളിലുള്ള പിന്നെ ആറ്റത്തിൻ്റെ ഉള്ളിൽ എം ടി ആണ്. നമ്മൾ ടേബിളിൽ നമ്മൾ കൈ വെച്ചാൽ ശരിക്കും താന്നു പോകണം. പക്ഷെ എന്തുകൊണ്ട് താന്നു പോകുന്നില്ല? നമുക്ക് ടേബിൾ പിടിക്കാൻ കഴിയില്ല, നമുക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മളെ കയ്യിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ് അല്ലേ? എല്ലാ ഇലക്ട്രോൺസും നെഗറ്റീവ് ചാർജിലാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇലക്ട്രോൺസും ടേബിളിൻ്റെ മുകളിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യാണ്. കാരണം അത് രണ്ടും നെഗറ്റീവ് ചാർജിലാണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്തുകൊണ്ട് നമുക്കത് കയ്യാൻ താന്നു പോകത്ത്.
നമ്മൾ ആ സാധനം തൊട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ, തൊട്ട് ഒരു മേശ നമ്മൾ കഴിച്ചാൽ അവിടെ നമ്മൾ ഫീൽ ചെയ്യുന്നില്ല തൊട്ടായിട്ട്. നമ്മളൊരാളെ മേലെ ഇങ്ങനെ കഴിച്ചാൽ അയാളെ കൈ ടച്ച് നമ്മളെ കൈയിൻ്റെ ഇലക്ട്രോൺസും അവിടുത്തെ അയാളെ കൈയിൻ്റെ ഇലക്ട്രോണും ഇല്ല അയാളെ കൈയിൻ്റെ മേശൻ്റെ ഇലക്ട്രോൺസും റിപ്പൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മുട്ടുക, അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അതാണ് നമുക്ക് ആ സാധനം സോളിഡായിട്ട്, ശരിക്കും ഇവിടെ സോളിഡായിട്ടൊന്നുമില്ല. കാരണം നമ്മൾക്കിപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കതൊക്കെ സോളിഡായിട്ടും ഒക്കെ തോന്നുന്നത്. നമുക്കിത് എല്ലാം കാണുന്നില്ലേ നമ്മൾ ഈ ചുറ്റുള്ള കാര്യത്തിൽ 99.99% നമ്മൾ കാണുന്നില്ല. ബാക്കി ചെറിയ ശതമാനം മാത്രമേ കാര്യം കാണുന്നുള്ളൂ. ശരിക്കും ഇവിടെ നമ്മൾ ഇവിടെയുള്ള എല്ലാ ഇലക്ട്രോൺസും എല്ലാ സാധനങ്ങളും ഇവിടുത്തെ മാഗ്നറ്റിക് വേവ്സും എല്ലാം നമുക്ക് കാണാൻ കഴിയെങ്കിൽ ഇവിടെ എന്താണുള്ളത് അറിയോ? ഇവിടെ ഉള്ള ഒരു സീ ഓഫ് എനർജിയാണ്. അത് കടല്, വലിയൊരു കടലായ എനർജിന്റെ. അതിൽ തമ്മിൽ ഞാനും വേറൊരാളും തമ്മിലുള്ള ബോഡികളൊന്നും വ്യത്യാസം, എല്ലാം ഒന്നായിട്ടൊരു എനർജി കടലാണ്. അതാ നമ്മൾ കാണാം, നമ്മളെല്ലാം കാണാൻ കഴിഞ്ഞാൽ. അപ്പം ആ കടലിൽ ഇങ്ങനെ എല്ലാവരും ഒരു ബോഡി വേറൊരു ബോഡിയിൽ വ്യത്യസ്തമായി കാണാൻ പറ്റില്ല. ആകെ തരംഗങ്ങളും വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സും ആണ് ഇവിടെ ഉള്ളത്. അത് വേറെ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് എല്ലാം കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്. നമ്മളെ ശരീരം വേറെ, അയാളെ ശരീരം വേറെ, ഇത് വേറെ കാണുന്നത് എന്തുകൊണ്ട് വെച്ചാൽ നമുക്കത് എല്ലാ കാര്യം അതിൻ്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് റിപ്പൾഷൻ, അതിൻ്റെ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരു ടേബിളിൽ നമ്മൾ കൈയാണ് താന്നു പോകുന്നില്ല. കാരണം നമ്മളെ ശരീരം എംറ്റിയാണ്, ഇവിടെ എംറ്റിയാണ്, ഇവിടെ എംറ്റി. ഒരാൾ മരിച്ചിട്ട് നമ്മൾ പിന്നെ മറയാമുണ്ടായില്ലേ? നമ്മൾ മറയാൻ മണ്ണിൽ മറവില്ലല്ലോ. എന്നാൽ ചില കമ്മ്യൂണിറ്റി ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ അവർ കത്തിക്കണം അല്ലേ? അങ്ങനെ കത്തിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ കത്തിച്ച ചാരം 60 ഗ്രാം ഉണ്ടാവുള്ളൂ. ഒരാളെ ശരീരം മുഴുവൻ കത്തിച്ചാൽ അതിൽ 60 ഗ്രാം ഉണ്ടാവുള്ളൂ ആകെ. കാരണം അതിലുള്ള എല്ലാ ജലാംശങ്ങളും എല്ലാം പോയിട്ട് പിന്നെ ചെറിയൊരു ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ശരീരമൊക്കെ പറഞ്ഞാൽ എല്ലാം എംറ്റിയാണ്. എല്ലാം കോശങ്ങൾക്കുണ്ടാക്കിയ കോശങ്ങൾ പിന്നെ ആറ്റം കൊണ്ട്, ആറ്റം എന്ന് പറഞ്ഞാൽ എംറ്റിയാണ്. ശരി. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുകൾ അതൊക്കെ നിലനിർത്തുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇത് തൊടാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതൊക്കെ. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഇനിയും പിന്നെ ഇപ്പോൾ നമ്മളെ മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ അത്ര പവർഫുൾ അല്ല. നമുക്കിപ്പോൾ ശരിക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാനും കാണാൻ കഴിയെങ്കിൽ നമ്മൾ വേറെ ലോകത്തെത്തും. ഈ ലോകത്തല്ല, ഈ ലോകം നമുക്ക് എങ്ങനെയാണെന്ന് തോന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ഇന്ന് ഇത്ര മതി. നിങ്ങൾക്ക് ദഹിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത് ദഹിക്കണം. എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഫിസിക്സിലേക്ക് ഇനി കൂടുതൽ പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ പിന്നെ ക്വാണ്ടം ഫിസിക്സ് ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സൈഡൊക്കെ മനസ്സിലാവും. അപ്പം ഇതിൻ്റെ തിയറി, അതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യമാണ്. ആ ബാഹ്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. മറ്റേ മാത്തമാറ്റിക്സ് നമുക്ക് കൂടെ ചെയ്യാൻ പറ്റുമോ? എത്ര വലിയ പ്രശ്നമുള്ള മാത്തമാറ്റിക്സാണ്. ഇത് എളുപ്പമല്ല ക്വാണ്ടം ഫിസിക്സിൻ്റെ പറഞ്ഞാൽ. കാരണം ക്വാണ്ടം ഫിസിക്സ് ഒരു പ്രോബബിലിറ്റിയാണ്. അവൾ കറക്റ്റായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാരണ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ അതിലൊക്കെ ലോജിക്കലി കറക്റ്റ് അല്ലേ? എന്നാൽ ക്വാണ്ടം ഫിസിക്സിൽ അങ്ങനെയല്ല. അതിൽ ഒക്കെ ഒരു പ്രോബബിലിറ്റീസാണ്, ഒരുപാട് പ്രോബബിലിറ്റീസ്. അങ്ങനെയാണ്. അല്ലാതെ കറക്റ്റായിട്ട് ഇന്നതെന്ന് പറയാൻ കഴിയില്ല. പേടിക്കണ്ട. ഇത് ബാഹ്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ശരി, ഓക്കെ. അപ്പോൾ ഇത്ര മതി. അസ്സലാമു അലൈക്കും.